ഒരു ചെറിയ ഗ്രാമമായ ബോർലിയിൽ ഒരിക്കൽ നിലനിന്നിരുന്ന ഒരു വീട് ലോകമെമ്പാടും ഭീതിയുടെ പ്രതീകമായി മാറിയ കഥയാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത് സാധാരണ ഭൂതകഥയല്ല. ചരിത്രവും പാപവും രഹസ്യവും ചേർന്ന് ഇരുണ്ട രൂപം കൈക്കൊണ്ട ഒരു യഥാർത്ഥ സംഭവങ്ങളുടെ നിരയാണ്. ബോർലി റെക്ടറി എന്നറിയപ്പെട്ട ആ വീട് നിർമ്മിക്കപ്പെടുന്നതിനു മുമ്പ് തന്നെ ആ ഭൂമി ശാന്തമായിരുന്നില്ല എന്നാണ് പഴയ രേഖകൾ സൂചിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഒരു മഠവും സമീപത്ത് ഒരു കോൺവെന്റും ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. ആ മഠത്തിൽ താമസിച്ചിരുന്ന ഒരു സന്യാസിയും കോൺവെന്റിലെ ഒരു സന്യാസിനിയും തമ്മിൽ സമൂഹവും മതവും നിരോധിച്ച ഒരു രഹസ്യബന്ധം വളർന്നു. ഈ ബന്ധം പുറത്തെറിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ അതിനെ ഒരു മഹാപാപമായി കണക്കാക്കി. അവർ ക്ഷമയില്ലാത്ത വിധത്തിൽ ശിക്ഷ വിധിച്ചു. സന്യാസിയെ ക്രൂരമായി വധിക്കുകയും സന്യാസിനിയെ ജീവനോടെ മതിലുകൾക്കുള്ളിൽ പൂട്ടുകയും ചെയ്തുവെന്നാണ് കഥകൾ പറയുന്നത്. ആ നിമിഷം മുതൽ ആ ഭൂമി ശപിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെട്ടു. വർഷങ്ങൾക്കുശേഷം ആ സ്ഥലത്ത് ബോർലി റെക്ടറി പണികഴിപ്പിക്കപ്പെട്ടു. എന്നാൽ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ എന്തോ അസാധാരണമായൊരു നിശബ്ദത നിലനിന്നിരുന്നു. ആദ്യമായി അവിടെ താമസിച്ചവർക്കുതന്നെ ആ വീടിന്റെ അന്തരീക്ഷം സ്വാഭാവികമല്ലെന്ന് തോന്നി. രാത്രി ഇറങ്ങുമ്പോൾ വീട് മുഴുവൻ ഒരു അദൃശ്യ സാന്നിധ്യം കൊണ്ട് നിറയുന്നതുപോലെ അനുഭവപ്പെട്ടു. ആരോ നടന്നു പോകുന്ന ശബ്ദങ്ങൾ, അടച്ചിട്ട വാതിലുകൾ സ്വയം തുറക്കുന്നത്, ശൂന്യമായ ഇടങ്ങളിൽ നിന്നുള്ള ചുരുളുന്ന ശബ്ദങ്ങൾ എല്ലാം പതുക്കെ ഭീതിയിലേക്ക് വളർന്നു. എന്നാൽ ഈ സംഭവങ്ങളിലെ ഏറ്റവും ഭീകരമായത് ഒരു കറുത്ത വസ്ത്രം ധരിച്ച സന്യാസിയുടെ രൂപം ആയിരുന്നു. പലരും ആ രൂപത്തെ ഒരേ രീതിയിൽ വിവരിച്ചു. ഉയരമുള്ള മുഖം, വ്യക്തമായി കാണാനാകാത്ത എന്നാൽ അതിന്റെ സാന്നിധ്യം മാത്രം മനുഷ്യന്റെ രക്തം തണുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇരുണ്ട പ്രതിച്ഛായ. ചിലർ പറഞ്ഞു അവർ ആ രൂപത്തെ രാത്രിയിൽ വീട്ടിന്റെ തോട്ടത്തിൽ പതുക്കെ നടക്കുന്നതായി കണ്ടതായി. അത് ഒരിക്കലും ആരെയും നേരിട്ടു നോക്കിയില്ല, പക്ഷേ അത് അവിടെ ഉണ്ടെന്നൊരു ഉറപ്പുള്ള ഭയം എല്ലാവർക്കും ഉണ്ടാക്കി. ഒരു കുടുംബം അവിടെ താമസിക്കുമ്പോൾ അവർ നിരന്തരം രാത്രിയിൽ അവരുടെ മുറിയുടെ പുറത്തുകൂടെ ആരോ നടക്കുന്നതുപോലെ ശബ്ദം കേട്ടതായി പറഞ്ഞു. വാതിൽ തുറന്നാൽ ആരും ഇല്ല, എന്നാൽ കുറച്ചകലത് ത്തിൽ കറുത്ത ഒരു നിഴൽ നീങ്ങുന്നതായി കാണാം. അത് പിന്തുടരാൻ ശ്രമിച്ചാൽ അത് അപ്രത്യക്ഷമാകും, എന്നാൽ അതിന്റെ ഭയം അവിടെ തന്നെ തുടരും. അതിനൊപ്പം ചിലർ ചുവരുകളിൽ വിചിത്രമായ അടയാളങ്ങളും എഴുത്തുകളും കണ്ടതായി പറഞ്ഞു, ആരോ സഹായം അഭ്യർത്ഥിക്കുന്നതുപോലെ. അത് കാണുന്നവരുടെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥതയും ഭീതിയും ഉണ്ടാക്കി. കാരണം ആ വാക്കുകൾ സാധാരണ എഴുതിയതല്ല, മറിച്ച് ഒരാൾ മരണത്തിനു മുമ്പ് നടത്തിയ അവസാന ശ്രമം പോലെ തോന്നിച്ചു. ഈ സംഭവങ്ങൾ പതുക്കെ ഗ്രാമത്തിലാകെ പരന്നു. കൂടുതൽ ആളുകൾ ആ വീടിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചിലർ അത് സത്യമാണെന്ന് വിശ്വസിച്ചു, ചിലർ അത് ഭാവനയാണെന്ന് കരുതി. എന്നാൽ അവിടെ താമസിച്ചിരുന്നവരുടെ അനുഭവങ്ങൾ ഒരുപോലെയായിരുന്നത് ഈ കഥയെ കൂടുതൽ ഭീകരമാക്കി. ഒരേ രൂപം, ഒരേ ശബ്ദം, ഒരേ ഭയം. പലരും വിവരിച്ചു ഇത് വെറും കഥയല്ലെന്ന് തോന്നിപ്പിച്ചു. രാത്രിയിൽ ആ സ്ഥലത്തിന് സമീപം പോലും പോകാൻ ആളുകൾ ഭയപ്പെട്ടു. കാരണം അവിടെ ഒരു വിചിത്രമായ നിശബ്ദത ഉണ്ടായിരുന്നു, കാറ്റ് പോലും അവിടെ നിൽക്കുന്നതുപോലെ. നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആരോ നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു എന്ന്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണാനില്ലെങ്കിലും ആ അനുഭവം മനസ്സിൽ പതിഞ്ഞു നിൽക്കും. ആ വീടിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ശാപവും ചേർന്ന് ബോർലി റെക്ടറിയെ ഒരു സാധാരണ സ്ഥലമല്ലാത്തതാക്കി മാറ്റി. അത് മനുഷ്യരുടെ ലോകത്തിനും അദൃശ്യ ലോകത്തിനും ഇടയിൽ കുടുങ്ങിയ ഒരു ഇടം പോലെ ആയി മാറി. അവിടെ നടന്നതെല്ലാം ഇന്നും വ്യക്തമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ആ കഥ ഒരിക്കൽ കേട്ടാൽ പോലും ഇരുട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒറ്റയല്ല, ആരോ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ആ ശപിക്കപ്പെട്ട മങ്ക് ഇന്നും തന്റെ അവസാനമില്ലാത്ത യാത്ര തുടരുകയാണ്. ബോർലി റെക്ടറിയുടെ ചരിത്രം കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആളുകൾ കണ്ടെത്തിയത് വെറും ഭയപ്പെടുത്തുന്ന കഥകൾ മാത്രമല്ല, മറിച്ച് രേഖപ്പെടുത്തിയ സംഭവങ്ങളും സാക്ഷ്യങ്ങളും ചേർന്ന ഒരു അതിശയകരമായ പശ്ചാത്തലമാണ്. ആ വീട്ടിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നു. അവയിൽ പലതും തമ്മിൽ വിചിത്രമായ സാമ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കാര്യങ്ങളെ കൂടുതൽ ഗുരുതരമാക്കി. 1920കളിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഒരു പ്രശസ്ത അന്വേഷണക്കാരൻ അവിടെ എത്തി. അവൻ അവിടെ ദിവസങ്ങളോളം താമസിച്ചു, ഓരോ ചെറിയ സംഭവവും ശ്രദ്ധിച്ചു, കുറിപ്പുകൾ എടുത്തു. എന്നാൽ അവൻ കണ്ടതും കേട്ടതും കാര്യങ്ങളെ ലളിതമാക്കുന്നതിനുപകരം കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി. രാത്രി സമയങ്ങളിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്നുള്ള പാദസ്പർശങ്ങൾ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഒരാൾ മാത്രം നടക്കുന്നതുപോലെ അല്ല, പലരും ഒരുമിച്ച് പതുക്കെ നീങ്ങുന്നതുപോലെ. എന്നാൽ വാതിലുകൾ തുറന്നു നോക്കുമ്പോൾ ആരും കാണാനില്ല. ചിലപ്പോൾ അടച്ചിട്ട മുറികളിൽ നിന്നുപോലും ശബ്ദങ്ങൾ കേൾക്കപ്പെട്ടു. അത് ആരോ അകത്ത് കുടുങ്ങിയിരിക്കുകയാണെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു. ഒരു രാത്രി ഒരു സ്ത്രീ അവളുടെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചുവരിന്റെ മറുവശത്ത് നിന്ന് ആരോ തന്റെ പേരു പറഞ്ഞു വിളിക്കുന്നതുപോലെ അവൾക്ക് കേട്ടു. ആദ്യം അവൾ അത് ഭ്രമമെന്ന് കരുതിയെങ്കിലും വീണ്ടും വീണ്ടും അതേ ശബ്ദം കേട്ടപ്പോൾ അവൾ ഭയത്തിൽ വിറച്ചു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയപ്പോൾ ആ ശബ്ദം പെട്ടെന്ന് നിശബ്ദമായി. എന്നാൽ അതിനുശേഷം അവൾ ഒരിക്കലും ആ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തയ്യാറായില്ല. ഈ സമയത്താണ് ചുവരുകളിൽ പ്രത്യക്ഷപ്പെടുന്ന എഴുത്തുകൾ കൂടുതൽ
വ്യക്തമായി ശ്രദ്ധിക്കപ്പെട്ടത് ലോദാക്കര് പോലുള്ള വാക്കുകൾ ചിലപ്പോൾ വ്യക്തമായും ചിലപ്പോൾ മങ്ങിയ രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടു. അവയെ ആരാണ് എഴുതുന്നത് എന്ന് കണ്ടെത്താൻ പലരും ശ്രമിച്ചെങ്കിലും ഒരാളും അതിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. ചിലർ അത് സന്യാസിനിയുടെ ആത്മാവിന്റെ സന്ദേശമാണെന്ന് വിശ്വസിച്ചു. അവൾ ഇപ്പോഴും മോചനം തേടുകയാണ് എന്ന്. എന്നാൽ മറ്റു ചിലർ അത് ആ കറുത്ത മങ്കിന്റെ സാന്നിധ്യത്തിന്റെ ഭാഗമാണെന്ന് കരുതി അവൻ അവിടെ ഉള്ളവരെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടെ ചിലർ നേരിട്ട് ആ മങ്കിനെ കണ്ടതായി പറഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞത് അവൻ രാത്രി വീട്ടിന്റെ കോറിഡോറിലൂടെ നടക്കുമ്പോൾ ദൂരെയായി ഒരു കറുത്ത രൂപം നിലകൊള്ളുന്നത് കണ്ടു. അത് പതുക്കെ അവന്റെ ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അവൻ ഭയത്തിൽ ഉറഞ്ഞുനിന്നു. ആ രൂപം അടുത്തെത്തുമ്പോൾ അതിന്റെ ചുറ്റും ഒരു തണുത്ത വായു പടർന്നതായി അവൻ അനുഭവപ്പെട്ടു. എന്നാൽ അതു അവനെ തൊടുന്നതിനു മുമ്പ് തന്നെ അത് അപ്രത്യക്ഷമായി. എന്നാൽ ആ നിമിഷം അവന്റെ മനസ്സിൽ സ്ഥിരമായി പതിഞ്ഞു. മറ്റൊരു സംഭവത്തിൽ ചിലർ വീട്ടിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ജനാലക്കുള്ളിൽ ആരോ നിന്നു നോക്കുന്നതുപോലെ കണ്ടതായി പറഞ്ഞു. എന്നാൽ വീട്ടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടവർക്ക് ആ വീട് വെറും ഒരു കെട്ടിടമല്ലെന്ന് വ്യക്തമായി. അത് ഒരു ജീവിച്ചിരിക്കുന്ന ഭീതിയുടെ കേന്ദ്രം പോലെ മാറിയിരുന്നു. അവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഭയം വിതയ്ക്കുന്ന ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നു നതായി തോന്നിച്ചു. ചിലർ അവിടെ ചില രാത്രികൾ ചെലവഴിക്കാൻ ശ്രമിച്ചു. എന്നാൽ പലരും പുലർച്ചെ വരെ കാത്തുനിൽക്കാൻ പോലും കഴിയാതെ പുറത്തേക്ക് ഓടി. കാരണം അവർക്ക് അനുഭവപ്പെട്ടത് വെറും ശബ്ദങ്ങളോ നിഴലുകളോ മാത്രമല്ല, മറിച്ച് ആരോ തങ്ങളോടൊപ്പം തന്നെയുണ്ടെന്നൊരു ശക്തമായ ബോധം ആയിരുന്നു. ഒരാൾ പറഞ്ഞു അവൻ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ തന്റെ കിടക്കയുടെ അടിയിൽ നിന്ന് ആരോ പതുക്കെ ചലിക്കുന്നതുപോലെ തോന്നി. അവൻ താഴേക്ക് നോക്കാൻ ധൈര്യം കണ്ടില്ല. പക്ഷേ ആ ശബ്ദം നിർത്തിയില്ല. അത് കൂടുതൽ അടുത്തായി, കൂടുതൽ വ്യക്തമായി. ഒടുവിൽ അവൻ ഭയത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഈ അനുഭവങ്ങൾ എല്ലാം ചേർന്ന് ബോർലി റെക്ടറിയെ ഒരു രഹസ്യമായി മാത്രം നിർത്താതെ ഒരു ജീവിച്ചിരിക്കുന്ന ദുരന്തമായി മാറ്റി. കാരണം അവിടെ നടന്നതെല്ലാം സാധാരണ വിവേചനത്തോടെ വിശദീകരിക്കാൻ കഴിയാത്തതായിരുന്നു. ചരിത്രവും കഥകളും ഒരുമിച്ചപ്പോൾ അത് ഒരു ഭീതിയുടെ വലയം ആയി മാറി. അതിൽ പ്രവേശിച്ചവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായി പുറത്തുവരാൻ കഴിയാത്തതുപോലെ തോന്നിച്ചു. ബോർലി റെക്ടറിയുടെ കഥ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ അത് ഒരു സാധാരണ ഭൂതകഥയായി അവസാനിക്കുന്നില്ല, മറിച്ച് ഒരു തീരാത്ത രഹസ്യമായി മനുഷ്യരുടെ മനസ്സിൽ കുടിയേറുന്ന ഭീതിയായി മാറുകയാണ്. വർഷങ്ങളോളം നടന്ന ഈ വിചിത്ര സംഭവങ്ങൾ ഒടുവിൽ ഒരു ഭയാനകമായ സംഭവത്തിൽ എത്തിച്ചേരുന്നു. 1939 ആ വീട് അപ്രതീക്ഷിതമായി തീപിടിച്ച് കത്തിപ്പോയി. ആ തീപിടുത്തം എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഇല്ലായിരുന്നു. ചിലർ അത് ഒരു അപകടമെന്ന് പറഞ്ഞു, ചിലർ അത് ഉദ്ദേശപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് കരുതി. എന്നാൽ ആ സ്ഥലത്തെക്കുറിച്ച് ചുള്ള പഴയ കഥകൾ അറിഞ്ഞവർ വിശ്വസിച്ചത് മറ്റൊന്നായിരുന്നു. അവർക്ക് തോന്നിയത് ആ തീ ഒരു അവസാനമല്ല, മറിച്ച് അവിടെ കുടുങ്ങിയ ആത്മാക്കളുടെ ഒരു പ്രതികരണം ആയിരുന്നു. വർഷങ്ങളായി ചുവരുകൾക്കുള്ളിൽ അടഞ്ഞുകിടന്ന നിലവിളികളും വേദനയും ഒടുവിൽ ഒരു തീയായി പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ആ തീയിൽ കത്തിയപ്പോൾ പോലും ആ വീടിന്റെ ഭീതിജനകമായ ചരിത്രം അവസാനിച്ചില്ല, മറിച്ച് അത് കൂടുതൽ ഇരുണ്ട രൂപം കൈക്കൊണ്ടു. കാരണം കെട്ടിടം ഇല്ലാതായെങ്കിലും ആ സ്ഥലത്തിന്റെ ശാപം നിലനിന്നു എന്നാണ് പലരും വിശ്വസിച്ചത്. തീപിടുത്തത്തിനു ശേഷം അവിടെ സന്ദർശിച്ച ചിലർ പറഞ്ഞു അവർക്ക് ഇപ്പോഴും വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന്. രാത്രി ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ശൂന്യമായ ഭൂമിയിൽ പോലും പാദസ്പർശങ്ങൾ കേൾക്കാം, ആരോ പതുക്കെ നടന്നു പോകുന്നതുപോലെ. എന്നാൽ ചുറ്റും ആരും കാണാനില്ല. ചിലപ്പോൾ ദൂരെയായി ഒരു കറുത്ത നിഴൽ നീങ്ങുന്നതുപോലെ തോന്നും. അത് അടുത്തെത്താൻ ശ്രമിക്കുമ്പോൾ അപ്രത്യക്ഷമാകും. എന്നാൽ ആ നിമിഷം അനുഭവിക്കുന്ന ഭയം വളരെ യാഥാർത്ഥ്യമായിരിക്കും. ചിലർ പറഞ്ഞു അവർക്ക് ആരോ അവരുടെ ചെവിയരികിൽ പതുക്കെ ചൂളമിടുന്നതുപോലെ കേട്ടതായി. എന്നാൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യമായ ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അനുഭവങ്ങൾ കേട്ടപ്പോൾ പലരും ആ സ്ഥലത്തെ ഒഴിവാക്കാൻ തുടങ്ങി. എന്നാൽ ചിലർക്ക് ആ രഹസ്യം കണ്ടെത്താനുള്ള ആകാംക്ഷ കൂടിയിരുന്നു. അവർ വീണ്ടും വീണ്ടും അവിടെ പോയി. എന്നാൽ അവർ തിരികെ കൊണ്ടുവന്നത് വ്യക്തമായ ഉത്തരങ്ങൾ അല്ല, മറിച്ച് കൂടുതൽ ചോദ്യങ്ങളായിരുന്നു. ആ കറുത്ത മങ്കിന്റെ സാന്നിധ്യം ഇന്നും അവിടെ ഉണ്ടോ? അതോ അത് വെറും മനുഷ്യരുടെ ഭയത്തിന്റെ പ്രതിഫലനമോ എന്നത് ഇന്നും ആരും ഉറപ്പായി പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഒരേ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ആ സ്ഥലത്ത് എന്തോ അസാധാരണമായത് സംഭവിച്ചു. അത് ഇന്നും അവസാനിച്ചിട്ടില്ല. ചിലർ പറയുന്നു ആ മങ്ക് ഒരു ശാപത്തിൽ കുടുങ്ങിയ ആത്മാവാണ്. തന്റെ പാപത്തിന്റെ ശിക്ഷയായി അവൻ ആ സ്ഥലത്ത് തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് അത് ഒരു മുന്നറിയിപ്പാണ്, മനുഷ്യർ ചെയ്ത ക്രൂരതകളും അനീതികളും ഒരിക്കലും മറക്കപ്പെടുന്നില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. എന്നാൽ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്നത് പ്രധാനമല്ല. കാരണം ഈ കഥയുടെ യഥാർത്ഥ ശക്തി അതിന്റെ സത്യത്തിൽ അല്ല, അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഭയത്തിലാണ്. നിങ്ങൾ ഈ കഥ കേട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പായാലും നിങ്ങൾക്ക് തോന്നും ആരോ നിങ്ങളെ നോക്കുന്നു എന്ന്. നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെടാതെ നിൽക്കും. കാരണം നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാകും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടാകുമോ എന്ന്. ഒരുപക്ഷേ ഒരു കറുത്ത വസ്ത്രം ധരിച്ച രൂപം, നിശബ്ദമായി, നീങ്ങാതെ, നിങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന. ഒരിക്കലും അവസാനിക്കാത്ത തന്റെ യാത്രയിൽ നിന്നും ഒരു നിമിഷം പോലും വിശ്രമിക്കാത്ത ആ ബ്ലാക്ക് മങ്ക് ഇന്നും ഇരുട്ടിന്റെ ആഴങ്ങളിൽ നിന്നും പുറത്തേക്കു വരാൻ കാത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾ അത് വിശ്വസിക്കണമെന്നില്ല.
പക്ഷേ അടുത്ത തവണ നിങ്ങൾ ഇരുട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ ഒരു ശബ്ദം കേട്ടാൽ ഒരുപക്ഷേ നിങ്ങൾക്കും മനസ്സിലാകും ചില കഥകൾ വെറും കഥകൾ മാത്രമല്ല അവ ഒരിക്കൽ ജീവിച്ചിരുന്ന ഭീതികളുടെ പ്രതിധ്വനികളാണ്.